Hey yo guys, welcome back to Tolba Entertainments. ഞാൻ നീരജ്. കട്ടപ്പ എന്ന തെലുങ്ക് അവതാരത്തിന് ശേഷം പുതിയ ഒരു അവതാരം കൂടി പിറവിയെടുക്കാൻ പോകുന്നു. കണ്ണപ്പ. മൾട്ടി സ്റ്റാർ പെർഫോമൻസുകളിലൂടെ ഇറങ്ങാൻ പോകുന്ന, പാൻ ഇന്ത്യൻ ലാംഗ്വേജിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ തെലുങ്ക് സിനിമ കണ്ണപ്പ. അതിൻ്റെ ട്രെയിലർ മിനിയാന്ന് റിലീസായി. എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, ഐ എം സോറി. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. റിയാക്ട് ചെയ്ത പോലെ ശരിയല്ലോ. സോ നമ്മുടെ ലാലേട്ടൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കാണുന്നുള്ളൊരു ആകാംക്ഷ. പിന്നെ നമ്മളെ പ്രഭാസ് അണ്ണൻ റിബൽ സ്റ്റാർ അങ്ങേരും ഉണ്ട്. പിന്നെ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. കില്ലാടി അക്ഷയ് കുമാർ. പിന്നെ വിഷ്ണു മഞ്ജു ആണ് ഇതിന് മെയിൻ ക്യാരക്ടർ. കണ്ണപ്പ ആയിട്ട് വരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പേരുണ്ട്. എനിവേ നമുക്ക് ട്രെയിലർ റിയാക്ട് ചെയ്യാം. മലയാളം ട്രെയിലറാണ് കേട്ടോ ഞാൻ എടുത്തത്. വേറൊന്നും കാണാൻ എനിക്കൊരു ശക്തിയില്ല. സോ എനിവേ ലെറ്റ്സ് റിയാക്ട് ദ ട്രെയിലർ. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. കുട്ടി കല്ലെറിയുന്നു. ഓ കാളി. ദൈവമില്ലൊരു കൊന്തവുമില്ല. ആ അതാ എടാ എടാ കില്ലാടി ശിവൻ. ഏതത് ലുക്ക്. ഇൻട്രോ തന്നെ നമ്മുടെ ശിവണ്ണനെ കൊണ്ട് കില്ലാടി തകർക്കാൻ പോന്നിട്ടാ. പ്രഭാസ് കർണനായപ്പോ ആശാൻ തീരുമാനിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇറങ്ങണം എന്നുള്ളത്. പിടിച്ചതാരാ? മെയിൻ ആളോ? എൻ്റെ മോനെ ശിവതാണ്ഡവലും ഉണ്ടാവുക. നോക്കാം എന്തായാലും. ഓ ഫുള്ള് വാറാൻ ലവാണെന്ന് തോന്നല്ല. അതാ വന്നു. ഓ വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൻ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. തിന്നന ഇതല്ലേ കണ്ണപ്പ? തിന്നെന്നാ പേര്? ശിവനെ കല്ലെന്ന് പറയുന്നു. ഓഹോ ഓക്കേ. അപ്പോ ശിവനാണ് ഇതിലെ മെയിൻ പ്ലോട്ട്. കില്ലാടി മേഹു മെയിൻ പ്ലോട്ട്. അപ്പൊ കില്ലാടി അല്ല, ശിവനാണ് അപ്പൊ മെയിൻ പ്ലോട്ട്. ഓക്കെ. ദൈവമുണ്ട് ഇല്ല അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എനിവേ യുദ്ധം, അങ്ങനെ കുറെ ട്രൈബൽസ് സംഭവങ്ങൾ, വാള് കൊത്തല് ചോര പൊടി വലി എല്ലാം ഉണ്ട്. ഒന്നാമത് ഇപ്പം നമ്മളെ സൂര്യൻ്റെ ഒരു കിടിലം പട്ടിറങ്ങിയത് കൊണ്ട് ലുക്ക് കാണുമ്പോൾ ആ ലുക്ക് പിടിച്ചു എന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മുടെ ഹോളിവുഡ് സിനിമ അതിൻ്റെ പേര് മറന്നു, അപ്പോക്കാലിപ്റ്റോ, അതിൻ്റെ ടച്ച് പിടിച്ചാണ് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് പടം നല്ലതായാൽ മതി. എന്നാൽ നമ്മൾ വെയിറ്റിംഗ് ഫോർ നമ്മുടെ ലാലേട്ടൻ. കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാനാ? വാറൻ ലവ് ആണ്. ഓ കോമഡിക്ക് ഈ ടീമൊക്കെ ഉണ്ടല്ലേ, പഴയ കോമഡിക്കാരൊക്കെ ഉണ്ട്. ശരത് കുമാർ. ഈ നാട്ടിൽ സ്ഥാനമില്ല. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ഇതിന് കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ. ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പാർവതി ജോർ തന്നെ. കാജോള് വേണ്ടി കാജലി. എവിടാ നമ്മളാളെവിടെ? ഓ അതാണ് രുദ്ര. ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടാ. ഏതാത്? ഓ പ്രഭാസിനെ നടത്തം കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മളെ രാമായണത്തിലെ ഓർമ്മ വരുന്നത്. ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിൽ ഉണ്ടാവില്ല. എന്തൊക്കെയാ ഞാൻ കരുതിയിരുന്നത്? നീയും നിന്റെ ദൈവവും കൂട്ടുകള്ളന്മാർ തന്നെ.
ശിവ എന്ന് നീ മനസ്സുരുകി വിളിക്കേ. അത് ഈ ജന്മത്ത് നടക്കില്ല. നീ അത്രയ്ക്ക് ഓ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയും. വന്താച്ചി, നമ്മ ഏട്ടൻ വന്താച്ചി. ആ ലുക്ക് കണ്ടിട്ട് എനിക്ക് തീരെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തോന്നടേ ഇത് ആ നെറ്റിക്കും ബാക്കിയെല്ലായിടത്തും കൊണ്ടുപോയി വരച്ചു വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ക്യാരക്ടറിനും ഒരുമാതിരി നല്ല ലുക്ക് കൊടുത്തിട്ട് ലാലേട്ടൻ്റെ മുഖത്ത് എന്തോന്ന് കൊണ്ടുപോയി വരച്ചത്? മുകളിലേക്ക് പോകുന്ന 2 അമ്പും താഴെ 2 ചന്ദ്രക്കലയും. എടേ എന്തെങ്കിലും ആവട്ടെ. ഞാൻ പ്രതീക്ഷിച്ച് കുറച്ചും കൂടി നല്ലതായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോഴേ എനിക്ക് അത്യാവശ്യം കത്തിയതാണ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇതിനാരാ ഡബ് കൊടുത്തത് അത് നോക്കണം കേട്ടോ. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് തന്നെ അതൊക്കെ നോക്കാം. ലാലേട്ടന് പ്രതീക്ഷിച്ചൊരു സംഭവം ഇവർ കൊടുത്തില്ല. ഐ എം സോ സാഡ്. അവന്റെ തള്ള വിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ അവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ കണ്ണപ്പ. പോവില്ല. ഇതെന്റെ വാക്ക്, ആ തിന്നെന്റെ വാക്ക്. തിന്നൻ ശിവലീല. തിന്നൻ തിന്നൻ ഏയ്, എടാ. അമ്പോ അമ്പോ അമ്പോ. അപ്പൊ ഇതാണ് കണ്ണപ്പ. അപ്പൊ ഇതിലാര് കണ്ണപ്പ? ഇവന്റെ പേര് തിന്നൻ എന്നാണ്. ഞം ഞം തിന്നൻ. തിന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തോന്നുന്നു. എനിവേ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത് ഇതൊരു ശിവഭക്തനല്ലാത്ത ഒരാള്, അവനെ ശിവനിലേക്ക് എത്തിക്കുന്ന കുറെ ഘടകങ്ങൾ അവന്റെ ലൈഫിൽ ഉണ്ടാകാണ്. അതിനിടെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നു. ജസ്റ്റ് വാർ ആൻഡ് ലവ് പോലെ. സോ ശിവനൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഈ മൊത്തത്തിൽ ഈ ലുക്ക് അപ്പിയറൻസ് വന്നതിൽ ഗുഹാക്ക കില്ലാടി അക്ഷയ് കുമാറിന്റെ ആ ലുക്കാണ് എനിക്ക് ശിവൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാർവതിയായിട്ട് കാജൽ അഗർവാൾ ഉണ്ട്. എനിവേ കണ്ടിടത്തോളം വലിയ സംഭവമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കാം. എന്തായാലും തുടരും എന്ന സിനിമയ്ക്ക് മുന്നേ ആയിരിക്കും ലാലേട്ടൻ ഇതിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ തീർത്തിട്ടുണ്ടാവുക. ആ കുറേ പടങ്ങൾ നിരത്തി ഡൗൺ ആയിക്കൊണ്ടിരുന്ന സമയത്ത്. കാരണം തുടരുന്നില്ല സിനിമയുടെ മഹാവൈദ്യത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു ലുക്കിൽ ലാലേട്ടനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മലയാളി സഹിക്കുന്നില്ലടേ. എന്തെങ്കിലും ആവട്ടെ, പടം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല മൾട്ടി സ്റ്റാർ മൂവിയാണ്. ഇതിൽ നമുക്ക് തിയേറ്ററിൽ കാത്തിരുന്ന് കാണാം. കണ്ണപ്പ ആരാണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ കഥാപാത്രം ശിവനിലേക്ക് എത്തുന്നത്, ശിവന്റെ ഭക്തനായി മാറുന്നത് എന്ന് അറിയുന്നത് വരെ കൂടെ നിൽക്കുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.